പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒരു വാതിലടഞ്ഞാൽ 9 വാതിലുകൾ തുറക്കും. ഒരു പഴഞ്ചൊല്ലാണ്. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സെൽഫ് കോൺഫിഡൻസ്, നമ്മിലുള്ള ആത്മവിശ്വാസത്തെ എങ്ങനെ വളർത്താൻ പരിപോഷിപ്പിക്കാം എന്നതിനെ കുറിച്ചുള്ള 5ാമത്തെ ക്ലാസ്സാണിത്. നമ്മളെല്ലാവരും കേൾക്കുന്നൊരു വാക്കാണ്. വളരെ കോമ്പറ്റീഷനുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് വിജയസാധ്യതയൊക്കെ വളരെ കുറവാണ്. കട്ടയ്ക്ക് നിൽക്കാൻ സാധിച്ചാലേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെട്ട് പിൻവാങ്ങുന്ന ഏതെങ്കിലും വ്യക്തിയാണോ നമ്മൾ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഒക്കെ ഇതിന് ഭാഗ്യം വേണം, ലക്കിയാണ്. ഇതൊക്കെ എപ്പോഴും പറയുന്നൊരു വ്യക്തിയാണോ നമ്മൾ? അല്ലെങ്കിൽ പറയണം ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാനുണ്ടാവണം, ആരെങ്കിലും റെക്കമെൻഡേഷൻ ചെയ്യാനുണ്ടാവണം, അല്ലെങ്കിൽ വിജയസാധ്യത ഒന്നുമില്ല, ആരെ പറഞ്ഞിട്ടാണ്? അതുകൊണ്ട് വേണ്ടാത്ത പണിക്കൊന്നും പോണ്ടെന്ന് പറഞ്ഞ് പിൻവാങ്ങുന്നവരാണോ നമ്മൾ? അല്ലെങ്കിൽ പറയില്ലേ, കുടുംബത്ത് നല്ല സാമ്പത്തിക സ്ഥിതി, അല്ലെങ്കിൽ പഴമക്കാർ, മാതാപിതാക്കൾ ഉണ്ടാക്കി വെച്ച, പൂർവികരുണ്ടാക്കി വെച്ച സ്വത്തുക്കളുണ്ടെങ്കിൽ വിജയിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നവരാണോ നമ്മൾ? കുറേ കാര്യങ്ങളൊക്കെ പറയുന്നതിലും ശരിയാണ്. ഇപ്പോൾ പാരമ്പര്യമായിട്ടൊക്കെ സ്വത്തുക്കളുള്ളവരാണെങ്കിൽ ആ സ്വത്തുക്കളൊക്കെ വെച്ച് ബിസിനസ് നടത്താനും മേഖലകളിൽ പുരോഗതി ഉണ്ടാക്കാനും അതനുസരിച്ച് പുരോഗതി ഉണ്ടാക്കുന്നവരുമുണ്ട്. സത്യമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒന്നുമില്ലായ്മയിൽ നിന്നും എത്രയോ ഉയരത്തിലെത്തുന്നവരെ കുറിച്ച് നമ്മളുടെ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവസരങ്ങളെ വേണ്ട വിധം ഉപയോഗിക്കാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ്. From each closed doors, God can open new doors. അടഞ്ഞ വാതിലുകൾക്ക് മുമ്പിൽ ദൈവത്തിന് വാതിലുകൾ തുറക്കാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മളുടെ വിശ്വാസം. 9 വാതിലുകൾ തുറക്കാനായിട്ട്, അല്ലെങ്കിൽ 9 വാതിലുകൾ അടഞ്ഞാലും 1000 വാതിലുകൾ തുറക്കാനായിട്ട് ഈശോയ്ക്ക് സാധിക്കും, ദൈവത്തിന് സാധിക്കും, നിങ്ങൾ വിശ്വസിക്കുന്ന സർവേശ്വരന് സാധിക്കും. ബോധ്യങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ്. നമ്മൾ പരിശ്രമിച്ചിട്ടും എൻ്റെ അടുത്ത് വരാറുണ്ട് യുവാക്കളായിട്ടും യുവതികളായിട്ടും യാതൊരു പ്രതീക്ഷയില്ലാതെയൊക്കെ കടന്നു വരാറുണ്ട്. അപ്പം ഞാൻ ചോദിക്കും, നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടോ? ട്രൈ ചെയ്തിട്ടുണ്ടോ? അതിന് സാധ്യതയില്ല അച്ഛാ. കാരണം ഈ ഒരു മേഖലയിലേക്ക് കിടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാവും. സാമ്പത്തികവും ഇല്ല, ഉള്ളതാണെങ്കിൽ അതിന് ചിലവാക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടോ? അപ്പോഴും അവരിങ്ങനെ എക്സ്പ്ലനേഷൻ തന്നുകൊണ്ടിരിക്കുക. അപ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്, അതിന് ശ്രമിച്ചോ? ജർമ്മൻ പഠിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ജർമ്മൻ പഠിക്കുന്നില്ല. ആരെ പറഞ്ഞു ബുദ്ധിമുട്ടാണെന്ന്? എല്ലാവരും പറഞ്ഞു. ഞാൻ ശ്രമിച്ചോ? ഭാഷ പഠിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് വിദേശത്ത് പോണ കാര്യം ഞാൻ ഇനി ചിന്തിക്കുന്നില്ല. താങ്കൾ ഭാഷ പഠിക്കാനേ ശ്രമിച്ചോ? എൻ്റെ കൂട്ടുകാരൊക്കെ പറയുന്നത് അപ്രകാരമാണ്. കൂട്ടുകാരാണോ താങ്കൾ? അപ്പം നമ്മളെ തളർത്തുന്ന മേഖലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ഈ ഇടയ്ക്ക് ഒരു സുഹൃത്ത് എൻ്റെ അരികിൽ വന്നു. ഒരുപാട് അവന് ജോലി സാധ്യതകളൊക്കെ തെളിഞ്ഞു വന്നു. അപ്പോൾ കൂട്ടുകാരന്മാർ പറഞ്ഞു പോകണ്ടെന്ന്. കൂട്ടുകാരന്മാർ പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ പോയില്ല. അതുകൊണ്ട് അവന് കിട്ടിയ തൊഴിൽ മേഖലകൾ എല്ലാം അവനൊരു അടഞ്ഞുപോയി. എല്ലാം ഒരു സമയമാണല്ലോ. സമയത്ത് ചെന്ന് നമ്മൾ ഹാജരാകുമ്പോഴാണല്ലോ ആ ജോലി സാധ്യത നമുക്ക് മുൻപിലേക്ക് തെളിഞ്ഞു വരിക. കൂട്ടുകാരന്മാർ പറഞ്ഞു, അല്ലെങ്കിൽ അയൽവക്കക്കാർ പറഞ്ഞു, അല്ലെങ്കിൽ മാതാപിതാക്കൾ പറഞ്ഞു. മാതാപിതാക്കൾ പോലും നിരുത്സാഹപ്പെടുത്തുന്ന ചില മേഖലകളുണ്ട്. പക്ഷേ നമ്മുടെ ഭാഗത്ത് ദൈവം തരുന്നൊരു അവസരമാണ്. നമ്മുടെ കഴിവുകൾ ഓരോ അവസരങ്ങളാണ്. ഓരോ കഴിവും ഓരോ അവസരങ്ങളാണ്. അതുപോലെ ഓരോ ഫെയിലിയേഴ്സും നമ്മളെ നിരാശരാക്കുന്നുണ്ടെങ്കിൽ അതൊരു തകർച്ച തന്നെയാണ്. ഇപ്പോൾ വലിയ ദേഷ്യം പെടുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. എപ്പോഴും ദേഷ്യം വരും, കടുത്ത ദേഷ്യക്കാരനാണ്. അതുകൊണ്ട് തൊഴിലവസരങ്ങൾ വരെ നഷ്ടപ്പെടുത്തുന്നവരുണ്ട്. എപ്പോഴും ഒച്ചപ്പാടും ബഹളവും മറ്റു സ്റ്റാഫിനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുന്നവരുണ്ട്. ഇനി ബുദ്ധിപൂർവം നിൽക്കാത്തതുകൊണ്ട് ജോലി വേണ്ടാന്ന് വയ്ക്കുന്നവരുണ്ട്. പരസ്പരം ഒന്ന് സഹകരിച്ച് സമർപ്പണ ബോധത്തോടെ ജീവിക്കാൻ സാധിക്കാത്തതുകൊണ്ട് കുടുംബജീവിതങ്ങൾ നഷ്ടപ്പെടുന്നവരുണ്ട്.
അതൊക്കെ വിവാഹമോചനത്തിൻ്റെയൊക്കെ ഒരു കാലഘട്ടമല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത്. അതും മ്യൂച്വൽ ഡിവോഴ്സാണ്, പരസ്പരം സമ്മതിച്ച് അങ്ങ് പിരിയുകയാണ്. അപ്പം സാധ്യതകളെല്ലാം നമ്മൾ ഇല്ലാതാക്കുകയാണ്. നമുക്ക് സാധിക്കുമായിരുന്നില്ലേ? ഒന്നടയ്ക്കുന്നിടത്ത് 9 തുറക്കാനായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ദൈവത്തിന് വേണ്ട, നമ്മുടെ വിശ്വാസത്തിന് സാധിക്കുമായിരുന്നില്ലേ? എപ്പോഴും ഞാൻ ചോദിക്കുന്നൊരു കാര്യമാണ്, ശ്രമിച്ചോ? അപ്പം നമ്മുടെ സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുകയാണ് ഈ 5ാമത്തെ ക്ലാസ്സിൽ. സെൽഫ് കോൺഫിഡൻസ് സാധ്യതകളിലേക്കുള്ള ഒരു തുറവിയാണ്. ഒരുപാട് സാധ്യതകൾ നമുക്ക് ചുറ്റും ഉണ്ട്. നമ്മളുടെ പ്രൊഫഷൻ അനുസരിച്ച്, നമ്മളുടെ പഠനങ്ങളനുസരിച്ച്, അല്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യമനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ശക്തി അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളനുസരിച്ച് എല്ലാം വ്യത്യസ്തങ്ങളായിരിക്കാം. ഇപ്പോൾ ഒരു വക്കീലായിരിക്കുന്നവൻ, അല്ലെങ്കിൽ ഒരു ഡോക്ടറായിരിക്കുന്നവൻ, അല്ലെങ്കിൽ ഒരു എൻജിനീയറിംഗിന് പഠിച്ചവൻ, അല്ലെങ്കിൽ ഒരു MSW പഠിച്ചവൻ, എല്ലായിടത്തും വ്യത്യസ്തങ്ങളാണ് സാഹചര്യങ്ങളും ലഭിക്കാനുള്ള സാധ്യതകളും. ഈ സാധ്യതകളെ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. ചിലവരൊക്കെ പുറത്തേക്ക് പോകാനായിട്ട് ആഗ്രഹമില്ലാത്തതുകൊണ്ട് സാധ്യതകളെ നഷ്ടപ്പെടുത്തി കളയുന്നവരാണ്. ഉള്ളതുകൊണ്ട് ഓണം പോല എന്ന് പറഞ്ഞ് തൻ്റെ ചുറ്റുപാടുകളിൽ ഒതുങ്ങിക്കൂടുന്നവരാണ്. ഞാനെപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അബ്രഹാത്തെക്കുറിച്ച് പറയും ഞാൻ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം തുടങ്ങിയാണ് അബ്രഹാം. 12-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ ദൈവം അബ്രഹാത്തോട് പറഞ്ഞു, നീ നിൻ്റെ ഈ ദേശം വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകണം. ഞാൻ നിന്നെ ഒരു വലിയ ജനതയാക്കും. അത് ഈ ഒരു സുവിശേഷ ബൈബിൾ ഭാഗം വെച്ചുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, പുറപ്പെട്ടു പോയവനെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. പുറപ്പെട്ടു പോയവനെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. നമുക്ക് പുറപ്പെട്ടു പോകാനായിട്ട് സാധിക്കണം. അതായത് നാട് വിട്ടു പോവുക എന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ ഉള്ളിലുള്ള ചിന്താഗതികളിൽ നിന്ന് നമുക്ക് പുറത്തു വരുവാനായിട്ട് സാധിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ വിൽ പവറിനെ കുറിച്ച്. നമുക്ക് ആ ശക്തിയുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ഇപ്പോൾ ജോസഫിനും അന്തോണിക്കും ത്രേസ്യയ്ക്കും മാത്രമല്ല, തോമസായി എനിക്കും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു വിൽ പവർ, ഒരു ശക്തി ദൈവം നിങ്ങളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. കഴിവുകളായിരിക്കാം, ഏതെങ്കിലും തരത്തിലുള്ള പ്രൊഫഷനിലുള്ള നേട്ടമായിരിക്കാം. നമ്മുടെ മാതാപിതാക്കളൊക്കെ നമ്മളെ പഠിപ്പിച്ച് ഈ വലിയ നിലയിലേക്ക് ആക്കിയില്ലേ? നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നമുക്ക് നൽകിയിട്ടില്ലേ? ഇന്നും അവർ നമുക്ക് ഡിറക്ഷൻസ് നൽകിക്കൊണ്ടിരിക്കുന്നില്ലേ? എന്നിട്ടും നമ്മളൊരു മേഖലയിലേക്കും കടന്നു പോകാതെ നമ്മൾക്ക് ശക്തിയില്ല, കഴിവില്ല, കോമ്പറ്റീഷനാണ്, ഭാഗ്യമില്ല, മാതാപിതാക്കൾ സമ്പാദിച്ചു വെച്ച സ്വത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിൻവാങ്ങുമ്പോൾ അത് നമ്മുടെ തന്നെ കഴിവുകേടിനെ നമ്മൾ വളർത്തിയെടുക്കുകയല്ലേ ചെയ്യുന്നത്. എനിക്ക് പറ്റില്ല, എനിക്ക് സാധിക്കില്ല, ഞാൻ അത്രയ്ക്കധികം ശക്തനല്ല, എൻ്റെ പിറകിൽ കൂട്ടുകാരില്ല, എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ പിൻവാങ്ങുമ്പോൾ എത്ര പടികൾ നമ്മൾ ചവിട്ടി കയറിയിട്ടുണ്ട് ഈ ഒരു പരിശ്രമത്തിനായിട്ട്, ഈ ഒരു സാധ്യതയ്ക്കായിട്ട്. ഒന്നുമില്ലാത്തവർ, ഒരു അറിവില്ലാത്തവർ എത്രയോ മേഖലകളിലൊക്കെ കയറിപ്പറ്റുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓഫീസുകളിൽ നിന്ന് ഓഫീസുകളിലേക്ക് കയറി ഇറങ്ങി ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ PSC ടെസ്റ്റ് എഴുതി ഉന്നതങ്ങളിലേക്ക് കയറിപ്പോകുന്ന എത്രയോ വ്യക്തിയുണ്ട്. ഞാൻ നെയ്യാറ്റിൻകരയിലായിരുന്നപ്പോൾ ഒരു പയ്യൻ, അവൻ പറയുമായിരുന്നു, അവന് 40 ആടുകളുണ്ടായിരുന്നു. ഈ 40 ആടുകളെയും കൊണ്ട് എപ്പോഴും നടക്കുമായിരുന്നു. അവൻ്റെ ചെവിയിൽ എപ്പോഴും മൈക്രോഫോൺ ഉണ്ടായിരുന്നു. PSC ക്ലാസ്സുകളുടെ ഓഡിയോസ് ആയിരുന്നു അവൻ കേട്ടുകൊണ്ടിരുന്നത്. ഇന്ന് അവന് 90,000 രൂപ ശമ്പളമുണ്ട്. കാര്യം 80 കിലോമീറ്റർ അകലെ വരെയാണ് ജോലിയെങ്കിലും അവന് 90,000 രൂപ ശമ്പളമുണ്ട്. ജോലി കിട്ടിയിട്ട് അധികം ആയിട്ടില്ല. ഇതാണ് പരിശ്രമം. നമ്മൾ പരിശ്രമം ചെയ്തുകൊണ്ടേയിരിക്കണം. നമുക്ക് സാധ്യതകൾ ഒത്തിരി ഉണ്ട്. ആ സാധ്യതകളെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. ഗവൺമെൻറ്റൊക്കെ എന്തുമാത്രം സേവനങ്ങളാണ്, എന്തുമാത്രം സാധ്യതകളാണ് നമുക്ക് മുമ്പിൽ വച്ച് നീട്ടുന്നത്. നമുക്കതിനൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. സാധ്യതകളെ തള്ളിക്കളയാതിരിക്കാതിരിക്കണം. നമുക്ക് ഒരു വാതിൽ അടയുമ്പോൾ നമുക്ക് അടുത്ത വാതിലിലേക്ക് മുട്ടാനായിട്ട് ശ്രമിക്കണം. തളർന്നു പോകാതിരിക്കണം. ചിലപ്പോൾ ഒരുപാട് വാതിലുകളിൽ നമ്മൾ ചെന്ന് മുട്ടേണ്ടതായിട്ട് വരും. അവസാനമായിരിക്കും ഒരു വാതിൽ തുറക്കുന്നത്. പക്ഷേ തുറക്കുന്നത് വരെ നമ്മുടെ പരിശ്രമം നമുക്ക് തുടരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് സാധ്യതകളെ തള്ളിക്കളയാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഒരു വാതിലടയുമ്പോൾ അല്ലെങ്കിൽ 2 വാതിലടയുമ്പോൾ 1000 വാതിലുകൾ തുറക്കുവാനായിട്ടുള്ള ആ വലിയ സാധ്യത നമ്മുടെ ലോകത്തുണ്ട്, നമ്മളിലുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഈ ക്ലാസ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
സടകുടഞ്ഞെഴുന്നേൽക്കണം. ഒന്ന് അടഞ്ഞാൽ മറ്റൊന്നിനായിട്ട് ശ്രമിക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വ്യക്തിയോട് പറഞ്ഞു വിട്ടിട്ടുണ്ട്, ഈ ആഴ്ച നീ ഒരു ജോലിക്കാരനായിട്ട് തീരും എന്ന്. ഇതാണ് വിശ്വാസം. ചിലവരൊക്കെ അത് വളരെ സന്തോഷത്തോടെ വന്ന് പറയാറുണ്ട്. പക്ഷേ അത് കേട്ടിട്ട് വീണ്ടും തളർന്ന് അല്ലെങ്കിൽ ഒരിടത്ത് വീണു പോവുകയാണെങ്കിൽ അച്ഛൻ പറഞ്ഞതൊക്കെ അതോടെ തീർന്നു എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ ഒരു രക്ഷയില്ല. മറിച്ച് അതൊരു പ്രചോദനമാകുവാനായിട്ട് നമുക്ക് മറ്റുള്ളവർ നൽകുന്ന വാക്കുകളെ മറ്റുള്ളവരെ കേൾക്കുവാനായിട്ട് പ്രചോദനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കണം. തളരാതിരിക്കുക, ഉണർന്നിരിക്കുന്ന മനസ്സുള്ളവരായിട്ടിരിക്കുക. ധൂർത്തപുത്രൻ്റെ കാര്യം പറഞ്ഞില്ലേ, സുബോധമുള്ളവനായിട്ടിരിക്കുക. നമ്മുടെ പ്രൊഫഷനെക്കുറിച്ച്, നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളെക്കുറിച്ച്, ലോകത്തുള്ള സാധ്യതകളെക്കുറിച്ച്. ഇന്ന് കാനഡയിലും അതുപോലെ അമേരിക്കയിലും അയർലൻഡിലും ഇംഗ്ലണ്ടിലൊക്കെ പോകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. കുട്ടികളൊക്കെ ഇറങ്ങി തിരിച്ചേക്കുകയാണ്. ഹാഫ് ഡേ ജോലിയായിട്ട്, ഹാഫ് ഡേ പഠനമായിട്ട് ഒരുപാട് ഉയർച്ചകളും അവർ നേരിട്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾക്ക് കുറച്ച് പേരെങ്കിലും തളർന്നിരിക്കുന്നുണ്ടെങ്കിൽ, ഒന്നിനും വയ്യാന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, മാതാപിതാക്കളുടെ തണലിൽ ജീവിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ, അവരുണ്ടാക്കി വെച്ച സമ്പത്തിൽ ആശ്രയിച്ച് ജീവിക്കാമെന്നുണ്ടെങ്കിൽ, നമ്മുടെ കഴിവിനെ, നമ്മൾക്ക് ഉള്ള സ്ട്രെങ്ത്തിനെ, നമുക്കുള്ള സ്കിൽസിനെ നമ്മൾ ഉയർത്തുന്നില്ല, വളർത്തുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം നമ്മളിൽ നിക്ഷേപിച്ച ടാലന്റിനെ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല എന്ന അവസ്ഥയിലേക്ക് പോകാതിരിക്കാനായിട്ട് സാധ്യതകളെ മനസ്സിലാക്കിയിട്ട് ഒന്നടഞ്ഞാൽ 9 തുറക്കുന്ന ആ ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ടുള്ള ചിന്തയിലേക്ക് മുന്നേറാനായിട്ട് ഈ സെൽഫ് കോൺഫിഡൻസ് ക്ലാസ്സുകൾ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൊച്ചുത്രേസ്യ സ്പിരിച്വൽ സെൻറ്ററിനെ നമുക്ക് വളർത്തിയെടുക്കണം. സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.